കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി തിരുനാമങ്ങൾ നാവിൽ നടനം ചെയ്യിച്ച് ഭാരതത്തിനെ പുളകച്ചാർത്തണിയിച്ച മഹാപ്രഭുവാണ് നവദ്വീപിൽ അവതരിച്ച ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ഹരേ കൃഷ്ണ ഹരേ രാം രാധേ ഗോവിന്ദ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ഹരേ രാമ ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ. രാധാഭാവത്തിൽ രാധയുടെ അതേ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് രാധ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവതരിച്ച മഹാപ്രഭു, അവതാര മൂർത്തിയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ഹരി ബോൽ 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 ഹരി ബോൽ. ഒരു ഭയങ്കരമായ നാമപ്രവാഹമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ കാണുന്നത്. രണ്ട് കൈകളും ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയിട്ട് കൂടെ നിത്യാനന്ദ സ്വാമികളും, പിന്നെ പരിവാരങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബഹുസഹസ്രം ജനാവലിയാണ് ആ നാമഗംഗയിൽ ഒഴുകിയെത്തുന്നത്. നമുക്കറിയാൻ പറ്റില്ല. ഗൗർ ഹരി ബോൽ ഗൗർ ഹരി ബോൽ ഗൗർ ഹരി ബോൽ ഗൗർ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. കാണുന്ന ജനങ്ങളൊക്കെ അക്കൂട്ടത്തിൽ വന്ന് ചേരുക മാത്രമല്ല, അവരൊക്കെ പരമാനന്ദത്തിലും ബ്രഹ്മാനന്ദത്തിലും നാമാനന്ദത്തിലും അങ്ങ് മുഴുകി അവരൊക്കെ നാമത്തിൽ തന്നെ മറന്ന്, ലോകത്തെ മറന്ന്, എല്ലാം മറന്ന് അതായിട്ട് മാറുന്നുണ്ട്. ഗൗർ ഹരി ബോൽ ഗൗർ ഹരി ബോൽ. ഇങ്ങനെ സ്ട്രീറ്റ് ഭജൻ നടന്നു വന്ന് അവരൊരു വീട്ടിൽ തങ്ങിയിട്ട് അവിടെ ഭയങ്കരമായ നാമഘോഷം മുഴങ്ങിയപ്പോൾ അതിന് എതിർവശത്തായിട്ട് അവിടുത്തെ പ്രമാണിയായ ഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ മഹാപണ്ഡിതനും അതുപോലെ തന്നെ വളരെയധികം ജനപ്രീതിയുള്ള ഹാജിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ എന്തോ രസിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, എന്താ ഈ ബഹളം കാണിക്കുന്നത്, ഇതൊന്ന് നിർത്തിവെക്കൂ, ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ ഇങ്ങനെ, ഉറങ്ങണേനിപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോഴും എല്ലാവരും ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. അദ്ദേഹം വന്ന് തൻ്റെ ഗേറ്റ് അടച്ച് വീടുകളിലെ എല്ലാ ജന്നലുകളും വാതിലുകളും അടച്ചിട്ട് അകത്തേക്ക് ചെന്നു. അത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിലോ ആനന്ദഭാവത്തിൽ, ആനന്ദരസത്തിൽ നാമം അങ്ങനെ ഒന്നിനൊന്ന് ഇടിമുഴക്കം പോലെ അങ്ങ് മുഴുക. ഗൗർ ഹരി ബോൽ ഗൗർ ഹരി ബോൽ ജയ് ശശിനന്ദന ജയ ഗൗർ ഹരി വിഷ്ണു പ്രിയ പ്രാണനാഥനദിയ വിഹാരി. ഇത് പാടി അങ്ങോട്ട് തീർന്നതും പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടി ഹാജി വന്ന് മഹാപ്രഭുവിൻ്റെ പാദങ്ങളിലേക്ക് വീണു. അയ്യോ, ത്രാഹിമ, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. അപ്പോൾ പെട്ടെന്ന് ആ നാമം എല്ലാവരും അങ്ങ് നിർത്തി. അതെന്തേന്ന് നോക്കിയപ്പോൾ അദ്ദേഹം വിറയ്ക്കുന്നു, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. എന്തേന്ന് കേട്ടപ്പോഴാണ് പറഞ്ഞത്, ഞാൻ കതകൊക്കെ അടച്ച് കട്ടിലിൽ ചെന്ന് കിടന്നത് എനിക്കറിയാം. നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ്റെ പകുതി ഭാഗവും പിന്നെ അങ്ങോട്ട് കണ്ടത് ഒരു സിംഹത്തിൻ്റെ ഭാവവുമാണ്. എന്നെ വന്നിങ്ങനെ പിടിക്കാമെന്നത് ഞാൻ എഴിച്ചോടി, നോക്കുന്നിടം മുഴുവൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ആ ഒരു സിംഹവും മനുഷ്യനും ചേർന്ന ആൾ എന്നതാ ഓട്ടിച്ച് അങ്ങയുടെ മുമ്പെ കൊണ്ട് വിട്ടിരിക്കുക. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്ത് മഹാപ്രഭു വളരെയധികം സന്തോഷത്തോടു കൂടി ആ ഹാജിയെ തൻ്റെ ദേഹത്തോട് ഇങ്ങനെ അണച്ചു പിടിച്ചു. ഉടനെ തന്നെ ഹാജി ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ എന്ന് പറഞ്ഞങ്ങനെ ആനന്ദ നൃത്തത്തിലേക്ക് മുഴുകി.
അത് പിന്നെ ആ ഹാജി ആ വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവിട്ടത് നരസിംഹമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ട ആ നരസിംഹത്തിൻ്റെ ശാന്തരൂപം എനിക്കിതാ ഇവിടെ ദർശിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് അവരെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഗൗർ ഹരി ബോൽ, ഗൗർ ഹരി ബോൽ. ഈ സമയത്ത് ഈ ഹാജിയാണ് ഏറ്റവും മുമ്പേ 2 കൈകൾ ഉയർത്തി കുതിച്ച് ചാടിക്കൊണ്ട് ഹരി ബോൽ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മഴയുണ്ടായി. അപ്പം മഹാപ്രഭു പറഞ്ഞു, ഇത് ഗംഗാപ്രവാഹമാണ്, നാമഗംഗയാണ്. ഇതിൽ മുഴുകി എല്ലാവരും നനഞ്ഞുകൊണ്ട് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനെ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസനാണ് വേണ്ട. റോഡിൽ വീണ് നമസ്കരിച്ചപ്പോഴത്തേക്ക് ചൈതന്യ മഹാപ്രഭു പിടിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ഇന്ന് തൊട്ട് അങ്ങ് ഹരിദാസനാണ്. അങ്ങനെ ഹരിദാസ് സ്വാമികളെന്ന് പറഞ്ഞ് ചൈതന്യപ്രഭു എവിടെയുണ്ടോ അവിടെ നിത്യാനന്ദ പ്രഭുവാണ്, നിത്യാനന്ദ പ്രഭു എവിടെയുണ്ടോ അവിടെ ഹരിദാസ് സ്വാമികളും കാണും. അങ്ങനെ മഹാത്മാവായി തീർന്ന ആ ഹരിദാസ് സ്വാമികളുടെ ആ ഒരു പുണ്യ ചരിത്രം പറയാൻ പറ്റാത്ത ഒന്നാണ്. നരസിംഹമാണ് അദ്ദേഹത്തെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവിടെ എത്തിയത്. ഇത് പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെയിലും ഇതുപോലൊരു സംഭവം കേട്ടിട്ടുണ്ട്, അറിയാം. മലയാറ്റൂരിനും പെരുമ്പാവൂരിനും ഇടയ്ക്കായിട്ട് ഒരു വീട്ടിൽ ഇതുപോലെ ചട്ടമ്പിസ്വാമികൾ അവിടെ ഉച്ചയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ ഗൃഹസ്ഥൻ വന്ന് സ്വാമിയോട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്കൊന്ന് നരസിംഹത്തിനെ കണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചു. നരസിംഹത്തിനെ കാണാൻ എളുപ്പമൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് കണ്ടേ പറ്റൂ. ശരി, നോക്കാം. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും മധ്യാഹ്നമാണ്, സന്ധ്യാസമയമാണ് പ്രഭുവിൻ്റെ അവതാരം, അതുകൊണ്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കുടുംബത്തിലെ എല്ലാവരും കൂടെ അങ്ങനെ വീടൊക്കെ പരിശുദ്ധമാക്കി അങ്ങനെ അവർ കാത്തിരിക്കുക. പക്ഷേ സന്ധ്യ ആകുന്നത് അവർക്ക് അറിയുന്നില്ല. പെട്ടെന്ന് സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ചട്ടമ്പിസ്വാമികൾ പൂജാമുറിക്കകത്തോട്ട് കയറി ഇവർ നോക്കി ഇരുന്നപ്പോഴത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പത്മാസനത്തിലങ്ങ് ഇരുന്നതും പിന്നെ ആരും എല്ലാവരും അവിടെ ഇരിക്കുക, വരാന്തയിലായിട്ടിരിക്കുകയാണ് പൂജാമുറിയുടെ. അപ്പോൾ കതക് തന്നെത്താനെ അടഞ്ഞു. ചട്ടമ്പിസ്വാമിയിൽ നിന്ന് എത്രയോ അകലെയാണ് കതക് തന്നെത്താനെ അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം നാരായണ 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 ആ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നതും അതിഭയങ്കരമായ ഒരു അലർച്ച കേട്ടതേ ഇവർക്കറിയാം. ഇവരൊക്കെ പിറക്കോട്ട് മാറിപ്പോയി. നോക്കിയപ്പോൾ എന്താണ്, കതക് തുറന്നതും വളരെയധികം രൗദ്രഭാവത്തോടു കൂടി തന്നെ നരസിംഹത്തിൻ്റെ ആ ഒരു ദർശനം ഇവർക്ക് കിട്ടിയതും അയ്യോ ഭഗവാനെ നമ്മൾ എല്ലാവരും കൂടെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു ഇടിയും മിന്നലും ഉണ്ടായി. അതോടുകൂടി ആ നരസിംഹഭാവം മാറുകയും നോക്കിയപ്പോൾ പത്മാസനത്തിൽ ചട്ടമ്പിസ്വാമി ഇരിക്കുന്നതായിട്ട് തന്നെ അവരും കണ്ടു. പിന്നെ പാവം എഴുന്നേറ്റ് അവിടെ നിന്ന് വന്ന് എല്ലാവർക്കും ഭസ്മമൊക്കെ ഇട്ടുകൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അന്നത്തോടുകൂടി ആ വീട്ടിൻ്റെ പേരവർ മാറ്റിയിട്ട് നരസിംഹവിലാസം ബംഗ്ലാവ് എന്നാക്കി. അപ്പോൾ ഇങ്ങനെ ഒരു നരസിംഹ രൂപം നമുക്ക് ശങ്കരാചാര്യരിലും പത്മദാസിലൂടെ കണ്ടു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിൻ്റെയിൽ കണ്ടു. അത് കഴിഞ്ഞ് ചട്ടമ്പിസ്വാമിയുടെയിലും നമ്മൾ കണ്ടു. അങ്ങനെ ആ നരസിംഹത്തിൻ്റെ ആ പാതാരവിന്ദങ്ങളിലേക്ക് നമ്മളിത് നാമത്തെ അർപ്പിക്കുന്നു. നാരായണ 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 നാരായണ